അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ റഷ്യയുടെ സാത്താൻ ഇറങ്ങിക്കഴിഞ്ഞു. അതേ, ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RS-28 സർമാറ്റ് അഥവാ സാത്താൻ 2 വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലാണെന്നാണ് പുടിൻ പറയുന്നത്. പുടിൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല കേട്ടോ. കാരണം ഈ സാത്താൻ മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതായത് സർമാറ്റ് മിസൈൽ അന്തരീക്ഷത്തിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നും 10 മുതൽ 15 വരെ മിസൈലുകൾ പുറത്തേക്ക് വരും. ഈ മിസൈലുകൾ ഓരോന്നും ഓരോ നഗരങ്ങളെയാവും ലക്ഷ്യം വെക്കുക. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വലിയ മിസൈലിന് ചെയ്യാൻ കഴിയുന്ന നാശനഷ്ടത്തെക്കാൾ 4 ഇരട്ടി വലിയ നാശം വിതയ്ക്കാൻ ഇതിന് കഴിയുമെന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. ഈ മിസൈലിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ സാത്താൻ 2 എന്ന് വിളിക്കുന്നത് ഭയം കൊണ്ടു തന്നെയാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന ഇതിന് 35,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ലോകത്തിന്റെ ഏത് കോണിലുള്ള ലക്ഷ്യവും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നർത്ഥം. പാശ്ചാത്യ മിസൈലുകളെക്കാൾ 4 ഇരട്ടി പകരശേഷിയുള്ള വാർഹെഡുകളാണ് ഇതിലുള്ളത്. 10 ടണ്ണിലധികം ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ രാക്ഷസൻ മിസൈൽ പഴയ സോവിയറ്റ് വയോവേഡ മിസൈലുകൾക്ക് പകരമായാണ് കേട്ടോ റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെറും കളിപ്പാട്ടമാക്കി മാറ്റാൻ സർമാറ്റിന് കഴിയുമെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത്. അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഈ മിസൈലിന്റെ എഞ്ചിനുകൾ വളരെ പെട്ടെന്നാണ് ജ്വലനം നിർത്തുന്നത്. ഇത് ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ വളരെയധികം അനുയോജ്യമായ ഒരു കാര്യമാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു വില്ല് അഥവാ ആർക്ക് പോലെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുകയാണ് പതിവ്. എന്നാൽ സാർമാറ്റ് മിസൈലുകൾക്ക് ഭൂമിയുടെ ലോയർ ഓർബിറ്റിൽ പ്രവേശിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബഹിരാകാശത്ത് എത്തിയ ശേഷം നിശ്ചിത ദൂരം സഞ്ചരിക്കുകയും പിന്നീട് ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ വെച്ച് അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ മിസൈൽ എവിടെ നിന്നാണ് വരുന്നതെന്നോ എപ്പോഴാണ് പതിക്കുന്നതെന്നോ തിരിച്ചറിയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ളതോ ഇനി നിർമ്മിക്കാൻ ഇരിക്കുന്നതോ ആയ ഒരു പ്രതിരോധ കവചത്തിനും സാത്താനെ തടയാനാവില്ലെന്ന് പുടിൻ ഉറപ്പിച്ചു പറയുന്നതും. അമേരിക്കയുടെ ഗോൾഡൻ ഡോം ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും ഇതിനു മുന്നിൽ നിഷ്പ്രഭമാകാനാണ് സാധ്യത. സർമാറ്റ് മാത്രമല്ല കേട്ടോ റഷ്യയുടെ ആയുധപ്പുരയിലുള്ളത്. ഹൈപ്പർസോണിക് വേഗതയുള്ള അവംഗാർഡ്, ഒരേഷനിക് എന്നിങ്ങനെ ഒരുപിടി അത്യാധുനിക ആയുധങ്ങളാൽ സമ്പന്നമാണ് ആ ആയുധപ്പുര. ശബ്ദത്തെക്കാൾ 27 മടങ്ങ് വേഗത്തിൽ പറക്കാവുന്നതാണ് അവാങ്കഡ് മിസൈലുകൾ. യൂറോപ്പിലെ ഏതു രാജ്യത്തേക്കും നിമിഷങ്ങൾക്കുള്ളിൽ പറന്നെത്താൻ ശേഷിയുള്ളതാണ് കേട്ടോ ഒരേഷനിക് മിസൈലുകൾ എന്ന് പറയുന്നത്. തങ്ങളെ വെല്ലുവിളിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് തന്നെയാണ് റഷ്യ ഈ പരീക്ഷണത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അമേരിക്കയുടെയും നാറ്റോയുടെയും ഭീഷണികൾക്ക് മുന്നിൽ സാർമാറ്റ് എന്ന കരുത്തൻ റഷ്യയുടെ രക്ഷാ കവചമായി മാറുമെന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്.